ഹായ് ഫ്രണ്ട്സ്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഹോട്ടൽ ബ്ലെൻഡിന് ശേഷം നമുക്ക് ബാലൻസ് വന്ന ഒരു മയൂരയുടെ 10 കിലോ ലൂസ് തേയിലയാണ്. അപ്പൊ 40 കിലോ വന്ന മയൂരയുടെ തേയിലയാണ്. അപ്പൊ ആ ഒരു തേയിലയില് 30 കിലോ തേയില എനിക്ക് ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വന്നുള്ളൂ. അപ്പൊ അതിന്റെ ബാലൻസ് ഒരു 10 കിലോളം ഇതുപോലെ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വീണ്ടും ഒരു ഹോട്ടൽ ബ്ലെൻഡ് ആക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് എന്നോട് കമന്റ് ആയിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എങ്ങനെയാണ് ഇത് ബ്ലെൻഡ് ചെയ്യുന്നത്. ഒരു അത്യാവശ്യം അവർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഈ ഒരു ബ്ലെൻഡ് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാമെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ബ്ലെൻഡിങ്ങിന്റെ ഒരു രീതി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം 10 കിലോ ബാലൻസ് വന്ന ഈ ഒരു മയൂര നമുക്ക് വെറുതെ ഈ SFD മാത്രമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് റേറ്റ് നമുക്ക് അതായത് പ്രോഫിറ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം മയൂരയുടെ വില നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നല്ല വില വരുന്ന ഒരു തേയിലയാണ്. 190 രൂപയോളം മയൂരയുടെ ഈ ഒരു SFD ഗ്രേഡിൽ വരുന്ന ഈ ഒരു തേയിലയ്ക്ക് വില വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് മികച്ച ക്വാളിറ്റിയോടുകൂടി തന്നെ ഹോട്ടൽ ബ്ലെൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ടാണ് ഇത് മയൂര SFD ഇപ്പൊ നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഇത് ചേർക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു ആവറേജ് മീഡിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു ആവറേജ് തേയിലയും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതില് അത്തിക്കുന്ന എന്ന് പറഞ്ഞ SRD, ഇതിപ്പോ SFD ഗ്രേഡിലുള്ള മയൂരാണ് കിടക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു SRD അത്തിക്കുന്ന കൂടെ ചേർക്കാം. അപ്പൊ അതും ഒരു 10 കിലോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ 10 കിലോ മയൂര SFDയുടെ കൂടെ അത്തിക്കുന്നയുടെ SRD ആണ് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത്തിക്കുന്നയുടെ SRD ഗ്രേഡ് ആണ്. അപ്പൊ നമ്മളത് ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് എടുത്തിട്ട് ബാലൻസ് വല്ല നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതും 10 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ മയൂര SFD 10 ഈ അത്തിക്കുന്ന SRDയും 10 കിലോയും. അപ്പൊ 10 ഒരു 20 കിലോ തേയിലയാണ് ഈ ഒരു ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അത്തിക്കുന്ന തേയില നമ്മൾ 10 കിലോ ചേർത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ. അപ്പൊ 2 ഗ്രേഡ്, 2 ബ്രാൻഡിൽ വരുന്ന 2 ഗ്രേഡാണ് ഇപ്പൊ ഈ ചേർത്തിരിക്കുന്നത്. കണ്ട, ഇത്രയും തേയില നമ്മള് ഇവിടെ വെച്ചിരിക്കുകയാണ്. കറക്റ്റ് ഇതിനകത്ത് അത്യാവശ്യം ആദ്യം തന്നെ പറയട്ടെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്വാസം മുട്ടുള്ളവരൊക്കെ ഉണ്ടാവും ഇതിനകത്ത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു തേയില ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കറിയാം നല്ല വരുമാനം കിട്ടുന്ന നല്ല ലാഭമുള്ള ഒരു പരിപാടി തന്നെയാണ്. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് വേറെ ഒന്നുമല്ല. ഞാനിപ്പോ ഈ ഒരു മാസ്ക് സാധാരണഗതിയിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മാസ്ക് എടുത്ത് മാസ്ക് വെക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഇതുപോലൊരു മാസ്ക് വെക്കുക. കാരണം എന്താണെന്നറിയാമോ, ഈ ഒരു മാസ്ക് വെച്ചില്ലെങ്കിൽ ഈ ഒരു തേയിലയുടെ പൊടിയെല്ലാം കൂടെ നിങ്ങൾ ശ്വസിച്ച് നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് സൈനസ് ഒക്കെ വന്ന് ജലദോഷവും അതുപോലെ തന്നെ പനിയും വല്ലാത്ത വിട്ടുമാറാത്ത സഫക്കേഷനും ആ ഒരു വയ്യായികയൊക്കെ ഭാവിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു മാസ്ക് എപ്പോഴും നിങ്ങൾ കരുതി വെക്കുക. കാരണം ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ വളരെ പൊടിയായിട്ടുള്ള തേയില ആയതുകൊണ്ടല്ല നമ്മൾ പോലും അറിയാലോ നമ്മളിത് ശ്വസിച്ച് കയറ്റുന്നത്. കാരണം നമ്മൾ അല്പം ഹെവി ആയിട്ടുള്ള ഒരു പണിയാണ്. കാരണം വെച്ചാൽ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ശരീരം ഇച്ചിരി ക്ഷണിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ ഈ മാസ്ക് ഒന്നും വെക്കാണ്ട് നമ്മൾ ശ്വാസമൊക്കെ ഇങ്ങനെ എടുത്ത് വലിക്കുമ്പോഴത്തേക്കും ഈ തേയിലയുടെ പൊടി മുഴുവൻ നമ്മുടെ അകത്തോട്ട് പോകും എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് മാസ്ക് ഇപ്പൊ വെക്കാണ്ട് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, എന്റെ പ്രേക്ഷകർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്നേക്കുന്ന എന്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങളോട് നല്ല ഓപ്പൺ ആയിട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ ഒരുപാട് എഡിറ്റ് ചെയ്ത് എടുക്കുന്നതല്ല ഈ ഒരു വീഡിയോയുടെ സെറ്റപ്പ് മുഴുവനും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ മാക്സിമം നിങ്ങൾക്ക് അത് വിനിയോഗിക്കാൻ വേണ്ടി, അതായത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഇതുപോലെ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇതിപ്പോ മയൂരയുടെ SFDയും അത്തിക്കുന്നയുടെ SRD ഗ്രേഡും. അപ്പൊ 2 ഗ്രേഡ് ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ടുള്ള 2 ഗ്രേഡ് ഇപ്പൊ നമ്മൾ ഓൾറെഡി 2 ബ്രാൻഡും 2 ഗ്രേഡും കൂടെ ഇപ്പൊ നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ഒരു വില ഇപ്പൊ ഈ മാസ്ക് ഇപ്പൊ മാറ്റിയേക്കാം. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ് അഡ്വാൻസ് ആയിട്ട്, തേയില ബ്ലെൻഡ് ചെയ്യുമ്പോൾ മാസ്ക് വെക്കുക. മാസ്ക് വെക്കാതെ ഈ പൊടി മുഴുവൻ നിങ്ങൾ ശ്വസിച്ച് കയറ്റാനായിട്ട് ഇടാൻ വരരുത് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇതിലേക്ക് 2 സ്റ്റീലിന്റെ പാത്രം. അപ്പൊ അതിനോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീൽ പാത്രം എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ
നിങ്ങൾ ക്ഷമയോടുകൂടി വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കുക. കാരണം വെച്ചാൽ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് മുതിർന്ന് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവര് ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് ഓടിച്ച് നിങ്ങൾ കണ്ടുപോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നിങ്ങൾക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് കിട്ടേണ്ട ആ ഒരു പോയിന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും, അവസാനം പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയി അല്ലെങ്കിൽ എനിക്ക് ക്വാളിറ്റി കിട്ടിയില്ല എന്ന് പറയാനുള്ള. ഇതാണ് 2 സ്റ്റീൽ പാത്രം, ഇതുപോലുള്ള 2 പ്ലേറ്റ്. ഞാൻ മിക്ക വീഡിയോയിലും ഈ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ടുള്ള വീഡിയോസിൽ ഞാൻ ഇതുപോലത്തെ സ്റ്റീൽ പ്ലേറ്റുകൾ ഞാൻ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ആ പ്ലേറ്റുകളാണ്, ഇതായത് ഇങ്ങനെ പരന്നത്, ഇത് കണ്ടോ നിങ്ങൾക്ക് പരന്നതായിട്ടുള്ള ഈ ഒരു പ്ലേറ്റ് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഇത് 2 പ്ലേറ്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ പരന്ന പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈ തേയില നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കണ്ട ഇത് ഇങ്ങനെ മറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കണ്ടോ ഇതിപ്പോ ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ചെയ്യണതിനേക്കാളും നമുക്കിത് ഇങ്ങനെ ചെയ്യാം. എന്നാലേ നമുക്കിത് താഴേന്ന് നമുക്കിത് ബ്ലെൻഡ് ആയിട്ട് അവിടെ കിട്ടത്തുള്ളൂ. കണ്ടാ ഇത് ഇത് അത്യാവശ്യ രീതിയിൽ നമ്മളിത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗമാണ് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതിപ്പോ വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് പോലും നല്ല രീതിയിൽ വീട്ടിലിരുന്ന് വരുമാനം നേടാൻ പറ്റുന്ന ഒരു മാർഗം തന്നെയാണ്. പക്ഷെ ഈ ഒരു കൂട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു കൂട്ടും ഇത് ബ്ലെൻഡ് ചെയ്യുന്ന കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങളെ തേയിലെന്ന് ആരും കംപ്ലൈന്റ് പറയില്ല. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് അടുത്ത ഒരു ബ്രാൻഡും കൂടെ നമുക്ക് ചേർക്കണം അല്ലെ. SFDI, SRDI. ഇനി ഒരു ഗ്രേഡ് വരേണ്ടത് RD ഗ്രേഡ് ആണ്. അപ്പൊ ഈ RD ഗ്രേഡ് വരുമ്പോൾ നമുക്ക് വാംടിയുടെ RD ഗ്രേഡ് ഞാൻ എന്റെ മുൻ വീഡിയോകളിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. വാംടിയുടെ RD ഗ്രേഡ് നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കണം. കാരണം എങ്കിലേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. 1 കിലോയിൽ മേൽ നമുക്കൊരു ശരാശരി 70, 80, 90 രൂപ നമുക്ക് ലാഭം കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം അപ്പൊ അതും 10 കിലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹോട്ടൽ ബ്ലെൻഡ് കൊടുത്ത് 90 കിലോ അവർക്ക് കൊടുത്തിട്ട് ബാക്കി അതും 10 കിലോ നമ്മുടെ ബാലൻസ് ഉണ്ട്. 10 അല്ല 20 കിലോ ഉണ്ടായിരുന്നു. അത് സൂര്യനെല്ലി ഇട്ടൊരു ബ്ലെൻഡിങ്ങിന് പോയപ്പോൾ ഇതിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഇനി ബാലൻസ് ഉള്ളതാണ് ഈ 10 കിലോ. അപ്പൊ ഇതും കൂടെ അങ്ങോട്ട് നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ കൂടെ ചേർക്കണം. അതിന്റെ RD ആണ് കേട്ടോ. വാംടി RD ആണിത് കണ്ട. വാംടി കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വാംടി. കാരണം ഈ വാംടി RD എന്ന് പറയുന്നതാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് വാംടി RD എന്ന് പറയുന്നത്. ഇതും കൂടെ ഇതിന്റെ കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് നമുക്കിനി ഇട്ട് കൊടുക്കാം. വാം RDയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കൂടെ നമ്മളിപ്പോ വാം RDയും കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു തേയില വാം RDയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് തീർന്നു. അപ്പൊ 3 ബ്രാൻഡായി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ ഹോട്ടൽ ബ്ലെൻഡ് ഒക്കെ ആയിട്ട് ചെയ്ത് എടുക്കാനായിട്ടൊക്കെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഇതുപോലെ ബ്രാൻഡ് എടുത്ത് നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ വില കൂടിയാലും നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പൊ ഇതിപ്പോ നല്ല രീതിയിൽ നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. 3 ബ്രാൻഡും 3 ഗ്രേഡുമാണ് നമ്മളിപ്പോ ഈ വെച്ചിരിക്കുന്നത്. ഇതിനകത്താണ് നമ്മൾ സത്യത്തിൽ ബ്ലെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു സൈഡിന്റെ ഈ തേയില നമുക്ക് അങ്ങോട്ടേക്ക് കൂട്ടാം. ഇതിങ്ങനെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് അങ്ങോട്ട് കൂട്ടാം. ഇങ്ങനെയാണ് നിങ്ങളും ബ്ലെൻഡ് ചെയ്യുമ്പോൾ ചെയ്തെടുക്കേണ്ടത്. മാസ്ക് വെക്കുക. ഈ ഒരു സമയത്തൊക്കെ
മാസ്ക് അത്യാവശ്യമാണ്. കാരണം മാസ്ക് ഇല്ലെങ്കിൽ പൊടി ഇങ്ങനെ ശ്വസിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ അത് പിന്നെ വേറൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി മാസ്ക് ഒക്കെ വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ നമ്മളൊരു സൈഡിൽ നിന്ന് നമ്മൾ ഈ തേയില കൂട്ടുക. സൈഡിൽ നിന്ന് കൂട്ടുക പറഞ്ഞാൽ ഈ ഒരു വക്കിൽ നിന്ന് നമുക്കിങ്ങനെ കൂട്ടിക്കൂട്ടി വരാം. ഇങ്ങനെ താഴേന്ന് വരുന്ന കേട്ടാ, മുകളിൽ നിന്ന് അത് തന്നെ തന്നെ ഇങ്ങനെ വന്നോണ്ടിരുന്നോളും. നമ്മൾ ഇങ്ങനെ താഴെ ഇങ്ങനെ വലിച്ചു കൂട്ടുക കേട്ടാ. കണ്ടോ? ഇങ്ങനെ നമ്മള് തേയില ഒരു സൈഡിലേക്ക് ആദ്യം തന്നെ വലിച്ചു കൂട്ടുക ചെയ്തേക്കുന്നത്. അപ്പൊ അതായത് ഇതിപ്പോ മൊത്തം ഗ്രേഡും കൂടെ, മൊത്തം 3 ബ്രാൻഡും ഈ ഗ്രേഡുകളും കൂടെ ഇതുപോലെ നമ്മളിങ്ങനെ കൂര പോലെ നമ്മൾ ഇങ്ങനെ കൂട്ടി വെക്കുക. ഒരു സൈഡിൽ നിന്ന് നമ്മൾ മൊത്തത്തിൽ ഒരു സൈഡിലേക്ക് വലിക്കുക. എന്നിട്ട് താഴെ ഉള്ളത് നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചാൽ നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതുപോലെ ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അപ്പൊ ഈ സൈഡിൽ നിന്നുള്ള തേയിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൂട്ടി കൊടുക്കുക. കണ്ടോ? ഇതുപോലെ ഇങ്ങനെ നമ്മള്. അപ്പൊ നിങ്ങൾ ഓർക്കും ബ്ലെൻഡിങ് ആയി അല്ലെ, ബ്ലെൻഡിങ് കഴിഞ്ഞു എന്ന് ഓർക്കും അല്ലെ. എന്നാൽ ഈ ബ്ലെൻഡിങ് കഴിഞ്ഞിട്ടില്ല. ഇനി ഇതേപോലെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് എങ്ങനെ ചെയ്തു അതേപോലെ തന്നെ ഒന്ന് അങ്ങോട്ടും കൂടെ മറിക്കുക. അതായത് ഇപ്പൊ ഈ ഒരു പ്ലേറ്റ് എടുക്കുക, നമ്മളിത് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് എടുക്കും അല്ലെ. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് കഴിഞ്ഞാൽ അങ്ങോട്ട്. അപ്പൊ ഈ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുക. മുകളിൽ നിന്ന് നമ്മൾ തേയില പഠിച്ചെടുക്കരുത്, നമ്മൾ ഈ താഴേന്ന് വേണം തേയില പഠിച്ചു കൂട്ടാനായിട്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ കുറേശ്ശെ വേണം തേയില കൂട്ടാനായിട്ട്. ഇതേക്കണം കണ്ട. അപ്പൊ ഇതിങ്ങനെ നമ്മളിങ്ങനെ വലിക്കുമ്പോ തേയില ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് താഴത്തോട്ട് വരുന്നതല്ല, നമ്മൾ താഴേന്നാണ് തേയില വലിക്കുന്നത്. ഇത് ഇങ്ങനെ വലിക്കുമ്പോ തേയില മുകളിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് കണ്ട തേയില ഇടിഞ്ഞിടിഞ്ഞ് വരും. നമ്മൾ താഴേന്ന് ഇങ്ങനെ തേയില ബ്ലെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ മുകളിൽ നിന്ന് തേയില ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല രീതിയിൽ ഇങ്ങനെ. അപ്പൊ തേയില കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മള് അവിടെ ബ്ലെൻഡ് ചെയ്ത് കൂട്ടുമ്പോ തേയില ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വലിക്കുന്നതിനനുസരിച്ച്, നമ്മൾ അങ്ങോട്ട് തേയില വലിക്കുന്നതിനനുസരിച്ച് ഇവിടെ തേയില ഇറങ്ങിക്കൊണ്ടിരിക്കുക. ബ്ലെൻഡ് ആയിക്കൊണ്ടാണ്, മിക്സ് ആയിക്കൊണ്ടാണ് ഓരോ തരികളും ഇങ്ങനെ ഇറങ്ങി താഴത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ പണി സത്യം പറഞ്ഞാൽ എളുപ്പമാക്കി തരികയാണ്. തേയില തന്നെ സ്വയം നമുക്ക് നമ്മുടെ വർക്ക്, നമ്മുടെ ജോലി എളുപ്പമാക്കി തരികയാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ജോലിയില്ല, ഭയങ്കര കഷ്ടപ്പാടൊക്കെയാണ്, വർക്കൊന്നുമില്ല, വീട്ടിലിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ പറയാണ്, ഞാൻ കുറെ നാള് ഗ്രൂപ്പ്, അതായത് ഫേസ്ബുക്കുകളിലും അങ്ങനെയുള്ള ഓരോരോ ഗ്രൂപ്പുകളിലും കുറെ കമന്റുകൾ ഇട്ടും ആവശ്യമില്ലാതെ ജോലിക്കൊന്നും പോകാണ്ട് ഇങ്ങനെ കമന്റുകളും ഇട്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഓരോന്ന് പറയണേന് ഇങ്ങനെ ഷെയറും കൊടുത്തിട്ട് ഇരിക്കുകയായിരുന്നു. സ്വന്തമായിട്ട് ഒരു ജോലി മാർഗമോ അല്ലെങ്കിൽ ഒരു വരുമാനമോ ഒന്നും അദ്ദേഹത്തിനില്ല. കാരണം ആരും പറഞ്ഞു കൊടുക്കാനില്ല, അദ്ദേഹത്തിനോട്ട് സ്വയം കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടില്ലാതെ പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ അവിചാരിതമായി കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് സാറേ, കാരണം ഒരു ജോലി മാർഗം എനിക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതിപ്പോ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ഇങ്ങനെ പുള്ളിക്കാരൻ നെറ്റ് സ്വന്തം പൈസക്ക് ഫോൺ ചാർജ് ചെയ്ത് നെറ്റ് ഒരു മാസത്തേക്കുള്ള നെറ്റ് അൺലിമിറ്റഡ് ഡാറ്റയും ഇതൊക്കെ എടുത്തതിന് ശേഷം പുള്ളി ചെയ്യണതിനാ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെറുതെ കമന്റ് കൊടുത്തും ഇങ്ങനെ ചെയ്തു. കാരണം നമുക്കിത് എൻജോയ്മെന്റും എന്റർടൈൻമെന്റും എല്ലാം വേണം നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ എല്ലാം നമ്മൾക്ക് ഒരു ആവശ്യത്തിന് അപ്പുറത്തേക്ക് നമ്മൾ പരിധി കടന്ന് നമ്മൾ പോകരുത് എന്നുള്ളതാണ്. നമ്മുടെ കാര്യം എപ്പോഴും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ജോലിക്കാര്യവും എല്ലാം നമ്മൾ നോക്കിയതിനു ശേഷം വേണം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ എന്റർടൈൻമെന്റിലൊക്കെ നമ്മൾ പോകാവുള്ളൂ. അതും വേണ്ട എന്നുള്ളതല്ല, വേണം, എല്ലാം ആവശ്യത്തിന് വേണം. വെറുതെ ആവശ്യമുള്ള കാര്യത്തിൽ നമ്മൾ ഇടപെട്ടാൽ പോലെ ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങളിൽ പോയി നമ്മൾ വീഴുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള തിരിച്ചടികളൊക്കെ സംഭവിക്കുന്ന ലൈഫിൽ. അപ്പൊ അങ്ങനെയുള്ള തിരിച്ചടികൾ ലൈഫിൽ സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും പരമാവധി ബിസി ആയിട്ടിരിക്കുക. എന്റർടൈൻമെന്റ് ഒക്കെ വേണം, നമ്മുടെ അടിച്ചുപൊളി ജീവിതമൊക്കെ വേണം. നമ്മള് മക്കളും ഭാര്യയും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് നമ്മുടെ കുടുംബവും ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ചുപൊളിച്ച് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ നമ്മൾ പോകണം, അല്ലെ? എന്നാൽ നമ്മുടെ ബിസിനസ് അതിന് നല്ലൊരു കോൺസെൻട്രേഷൻ കൊടുത്തോണ്ട് വേണം നമ്മൾ ഇതെല്ലാം കാരണം എല്ലാം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഈ ഒരു മാർഗം നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ കൊണ്ട് നടക്കണം. ഇതായിരിക്കണം നമ്മുടെ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ആരെങ്കിലും നമ്മളോട് ഇഷ്ടം കാണിച്ചാൽ സ്നേഹമാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടിക്കരുത്. നമ്മൾ അതിനകത്ത് ആ ഒരു മോഹവലയത്തിലോ അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ പെട്ടുപോയിക്കുന്നത് എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവര് പോയിട്ടുണ്ടാവും, ഇട്ടേച്ചും പോയിട്ടുണ്ടാവും. നമുക്ക് അന്നും ഇന്നും മിച്ചം എന്ന് പറയുന്ന കുറെ ദുഃഖങ്ങളും പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കൂടെ നമ്മുടെ കൂടെ ജീവിച്ചവരാരൊക്കെയാണോ അവർക്ക്, അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരുപാട് വീട്ടമ്മമാരുണ്ട്, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് അലയുന്ന വീട്ടമ്മമാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് നല്ല രീതിയിൽ തണലത്ത് വീട്ടിലിരുന്ന് ഒരു ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാതെ ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുത്ത് ഇതുപോലെ തേയില കോരി കവറുകളിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഞാൻ അഞ്ചരാം ഇതുപോലെ ഒരു കവറൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കിറ്റ്, ഒരു കവറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ബ്ലെൻഡിങ് ഇല്ലാതെ വാട്ടർ ബ്ലെൻഡ് ഒന്നും ചെയ്യാതെ ആണെങ്കിൽ ഇത് 1 കിലോയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ, 1 കിലോ ആണ്. അപ്പൊ ഇത് 1/2 കിലോത്തിന്റെ പാക്കറ്റുകൾ നമുക്ക് നിറയ്ക്കാതിനകത്ത് 1/2 കിലോയുടെ തേയില നമുക്ക് ഇത് നിറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഒരു കിറ്റിനകത്തൊക്കെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് കോരി കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ അതേ ഇങ്ങനെ ഹോട്ടൽ ബ്ലെൻഡ് ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി കിട്ടും, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നല്ല ലാഭവും കിട്ടും. അപ്പൊ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന യുവാക്കള് ഇത് അറിഞ്ഞിരിക്കുക. നല്ലൊരു ബിസിനസ് മാർഗമാണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് മാർഗമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ ബ്ലെൻഡിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് തന്നെ ചോദിക്കാം. അവിടെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അവിടെ തന്നെ ഹൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.